6 പതിറ്റാണ്ട് കാലം മലയാള സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടും വയനാടിനെ പുറം ലോകത്ത് ആ വിശേഷങ്ങൾ അറിയിക്കാനൊക്കെ അഹോരാത്രം പണിപ്പെട്ട പരമേശ്വരൻ സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സാറിന് ഒരു ആയുസിൻ്റെ കഥ പറയാനുണ്ട് അല്ലേ വയനാട്ടിനെ കുറിച്ച്? അതെ അതെ. കോട്ടയംകാരനാണ്, പത്തനംതിട്ട. അപ്പോൾ ഏത് വർഷമാണ് വയനാട്ടിലേക്ക് കുടിയേറിയത്? 1960. ഓക്കെ. ഈ ഫോട്ടോഗ്രാഫിയിലേക്കും ഈ സിനിമാ ഫീൽഡിലേക്കൊക്കെ വരാൻ പ്രചോദനമായത് ആരായിരുന്നു? പ്രചോദനമായത് ഞങ്ങൾ ശരിക്ക് പന്തിരുകുലത്തിലെ പെരുന്തച്ചൻ കുലമാണ്. ഒരു 14 തലമുറകളായിട്ട് വളരെ സത്യസന്ധമായി കുലത്തൊഴിൽ ആചരിച്ച് വന്ന അവർക്ക് MD വാസുദേവൻ നായരുടെ പെരുന്തച്ചൻ സിനിമയിൽ പെരുന്തച്ചൻ്റെ കഥാപാത്രത്തെ പോലെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ അനുഭവങ്ങൾ എൻ്റെ അച്ഛനും ഞങ്ങളുടെ പരമ്പരയ്ക്കുള്ളതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ടൊരു സംസ്കാരമാകണം, ഇനി ഇത് വേണ്ട എന്നുള്ള നിലയ്ക്കാണ് അച്ഛൻ വയനാട്ടിലേക്ക് കുടിയേറുന്നത്. അതായത് പെരുന്തച്ചൻ്റെ സംസ്കാരം അവിടെ നിർത്തി ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഉപേക്ഷിച്ചു എന്ന് പറയാം. എന്നിട്ടാണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. അങ്ങനെ വയനാട്ടിൽ അച്ഛൻ വന്ന് കൽപ്പറ്റ 1-2 സ്കൂളിൽ ചെറിയ SKMJ സ്കൂളിലാണ് 7ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാമിന് സ്റ്റേജിൽ ഒരു മിന്നൽ കണ്ടുകൊണ്ട് നമ്മുടെ സയൻസ് മാസ്റ്ററോട് ചോദിച്ചു, സാറേ അതെന്താണ്? അപ്പോൾ പറഞ്ഞു അതാണ് മോനെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു. അദ്ദേഹം ധർമ്മരത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ധർമ്മരത്നം. അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് വരുമോ, നിനക്കതിനെപ്പറ്റി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു ഫോട്ടോഗ്രാഫിയുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ കൽപ്പറ്റ ദിനേഷ് സ്റ്റുഡിയോ, വയനാട്ടിൽ ആദ്യത്തെ ഇലക്ട്രിക് സ്റ്റുഡിയോ എന്ന് പറയും. ആ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം പോയി. ചെറുപ്രായത്തിൽ തന്നെ ഒരു 13-14 വയസ്സിൽ തന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ കണ്ടു തന്നെ വിശ്വാസം തന്നെ അവിടെ അതിൻ്റെ പ്രാഥമിക പഠനം തുടങ്ങി. മലയാള സിനിമയിൽ എത്ര വർഷം ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തു? എൻ്റെ 14ാമത്തെ വയസ്സിൽ തന്നെ സിനിമയിലേക്ക് രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. ശരിക്കും സിനിമ ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ശരിക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു? ഞാനതിന് സാമ്പത്തികത്തെ അല്ല മുഖ്യമായി കണ്ടിരുന്നത്. അത് ആ കഥയെപ്പറ്റി അറിഞ്ഞപ്പോൾ ആ കഥയുടെ അങ്ങേയറ്റം വരെ എത്തണം എന്നുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ഈ ഇതിലേക്ക് ഒരുപാട് പേരെ കൊണ്ടുവരണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് 61-62 കാലഘട്ടങ്ങൾ. 61 മിഡിൽ കാലത്ത് SP പിള്ള, P ഭാസ്കർ മാഷ്, കുഞ്ഞാണ്ടി തുടങ്ങിയവരൊക്കെ അച്ഛനെ കാണാൻ നേരിട്ടു. അച്ഛൻ വയനാട്ടിൽ ധാരാളം ഫോസപ്പ് ഉണ്ടാക്കിയിരുന്നു, വാങ്ങിയിരുന്നു. അങ്ങനെ അവരുടെ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. 62 പ്രാഥമിക കാലത്ത് തന്നെ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിൽ നിന്ന് ചിത്രീകരിക്കാൻ വന്നു. ആ ഭാഗത്ത് സംഭാഷണം കഴിഞ്ഞ് അവർ പോകുമ്പോൾ SP പിള്ള എന്നോട് പറഞ്ഞു, അച്ഛൻ എല്ലാം വിട്ടെങ്കിലും നീ കഥയായിട്ട് വാ, ഷൂട്ടിംഗ് നടക്കുമ്പോൾ നീ വരണമെന്നൊക്കെ ക്ഷണിച്ചു പോയി. ഈ ഫോട്ടോഗ്രാഫിക്ക് അപ്പുറം മറ്റ് കലാ രംഗത്ത് വേറെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ സംഗീതത്തിന്റെ ഇതൊരു കഥാപ്രസംഗം, ഒരു ചെറിയൊരു ഭാഗം ഇപ്പൊ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ശാകുന്തളം, ഐഷ തുടങ്ങിയതൊക്കെയാണ് അച്ഛൻ. അതിനിടയ്ക്ക് അച്ഛൻ അറിയപ്പെടുന്ന ഒരു കഥാപ്രസംഗനായിരുന്നു. സാംബശിവൻ തുടങ്ങിയ പ്രതിഭകളോടൊപ്പം. അതിനൊപ്പം യേശുദാസിന്റെ അച്ഛൻ്റെ കഥാപ്രസംഗത്തിനൊക്കെ ഹാർമോണിയം വായിക്കാതെ എൻ്റെ അച്ഛൻ പോകുമായിരുന്നു, മൃദംഗം വായിക്കുമായിരുന്നു, ബുൾബുൽ വായിക്കുമായിരുന്നു. അതിനകത്ത് ശാകുന്തളമാണ് അച്ഛൻ കൈലാട്ട് എന്നെ പഠിപ്പിച്ചത്.
ഇല്ല, പരമേശ്വരൻ സാറ് ഈ കഥാപ്രസംഗത്തിന്റെ ഒരു ആ ശൈലിയിൽ 4 വരി ഒന്ന്. കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ നിറമും. എനിക്ക് അങ്ങോട്ട് മെമ്മറിയിലൊക്കെ വരുന്നില്ല. അത് കാലഘട്ടം കൊണ്ട് കുറെ കഴിഞ്ഞു പോയി. ആ. അത് വളരെ വേഗം പറഞ്ഞു കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന്. ശാസ്ത്രീയ സംഗീതത്തിന്റെ വരികൾ ഓർമ്മയുണ്ടോ? അത് വാദാബി ഗണപതി. എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയിലെ വെച്ചിട്ട് പുള്ളി സംസാരിക്കാൻ പ്രയാസമുണ്ട്. അധ്യക്ഷനൊക്കെ ഉണ്ട് ആണല്ലേ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അച്ഛൻ എല്ലാം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. കൃഷിഭൂമിയായി. അടിയന്തരാവസ്ഥക്കാലം വന്നതോടുകൂടി വന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാലും എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ ഫോട്ടോഗ്രാഫി എന്നെ കൈപിടിച്ച് മുന്നോട്ട് തന്നെ കൊണ്ടുവന്നു. ഫോട്ടോഗ്രാഫിയിൽ 2018 അടിയന്തരാവസ്ഥ കാലത്ത് ഈ അച്ഛൻ കുറെ ഭൂസ്വത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയോ? അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതെങ്ങനെ സർക്കാർ അത് ഏറ്റെടുക്കും? അല്ലല്ല, ഇതര രാഷ്ട്രീയക്കാരുടെ കയ്യേറ്റത്തിലൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്. അതെല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ അതിനകത്താണ് 60-61 കാലഘട്ടങ്ങളിൽ SP പിള്ള ഇവരൊക്കെ ഉള്ള സത്യൻ സാറൊക്കെ ഉള്ള ആദ്യകരണങ്ങൾ സിനിമ ഭാരതാരമായിട്ട് മുഖം കാണിച്ചു. സിനിമയിൽ അഭിനയിച്ചിരുന്നു? ഉണ്ട്. ആണോ? എത്ര സിനിമയില്? ഞാന് 14 സിനിമകളിലൊക്കെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ബാലതാരൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെയാണ് ആദ്യകരണങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സത്യൻ സാറ് വയനാട് പറ്റി കേൾക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം 64-65 കാലങ്ങളിൽ വയനാട്ടിൽ വരുന്നത്. പകൽക്കിനാവ് എന്നുള്ള സിനിമയ്ക്ക്. പകൽക്കിനാവ് എന്നുള്ള സിനിമയിൽ വരുമ്പോഴാണ് സ്റ്റിൽസ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ എൻ്റെ ക്യാമറയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എടുക്കുന്നു. അതിന് ലോക നിലവാരത്തിൽ ഉന്നതമായ ചിത്രങ്ങൾ. പിന്നീട് ഏറെക്കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പോസ്റ്റ് കാർഡ് വരുന്നത്. കുട്ടനാടൻ പ്രദേശത്തിൽ കാർത്തിക എന്നുള്ള സിനിമ ചിത്രീകരിക്കുന്നുണ്ട്. താങ്കളുടെ കൂടി അവിടെ വന്നാൽ ലൊക്കേഷൻ വരിക. അങ്ങനെ കാർത്തിക എന്ന സിനിമയിലാണ് ആദ്യമായി നിത്യദയാഗ്രഹണത്തിൽ ഞാൻ മുന്നോട്ട് ഇറങ്ങുന്നത്. അതിൽ അഭിനയിച്ചിരുന്നോ? അഭിനയിച്ചിട്ടില്ല. കാർത്തികയുടെ അന്ന് ഈ ഫോട്ടോഗ്രാഫിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ ചിത്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ അന്ന് തന്നെ എടുക്കുന്ന സ്റ്റില്ലുകൾ കണ്ടുകൊണ്ടാണ് ആൾക്കാർ കാണാൻ. സ്റ്റില്ലുകൾ കണ്ടുകൊണ്ടാണ് ഫിലിം എഡിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റുഡിയോ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ ട്രെൻഡ് കെട്ടി കൈകൊണ്ടൊക്കെ കെമിക്കൽ കേട്ടാണ് ഫിലിം കഴുകി. ആ ഫിലിം നെഗറ്റീവ് കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ആശ്വാസമാവും. ആ ഫിലിം കൊണ്ടാണ് ചെന്നൈ പോവുക. ആ ഫിലിം വെച്ചുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുക. പിന്നെ 78-79 കാലത്ത് അനുഗ്രഹം എന്നുള്ള സിനിമയ്ക്ക് സ്വതന്ത്രനായി. എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇതുവരെ? 5 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി തന്നെ. ഫോട്ടോഗ്രാഫി, ഡോക്യുമെന്ററി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതേ, ഒരു 6 പതിറ്റാണ്ട് കാലത്തെ അനുഭവം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 75 വയസ്സായി. പുതിയ തലമുറയോട് പറയാനുള്ള ഒരു അഡ്വൈസ് അല്ല, ഒന്ന് നിങ്ങളുടെ ലൈഫൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാൻ ഉള്ള ഒരു വാചകം എന്താണ്? വാചകം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ പഴമക്കാരുടെ ചുവടുകൾ മറക്കാതെ അവർ കൊണ്ടുവന്ന പാതകൾ, അതിൻ്റെ സത്യസന്ധമായ വഴികളിൽ കൂടി വന്ന് പുതിയ രീതിയിലുള്ള മയക്കുമരുന്നുകളോ ലഹരികൾക്കൊന്നും അടിമയാകാതെ പഴയ ടെക്നോളജികളുടെ തന്നെ പുതിയ ടെക്നോളജികളെ വളരെ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ച് എല്ലാവിധ അറിവുകളും നേടണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം നമ്മളെ കണ്ട് നമ്മളെ വേർപെട്ടു പോകുന്ന അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ആ മക്കളുടെ നല്ല പെരുമാറ്റം വളർത്തിയും പ്രചോദനമാകും എന്ന് മാത്രമല്ല, അനവധി കുട്ടികളെ ഫോട്ടോഗ്രാഫിയും ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി സംഗീത താല്പര്യമെടുത്ത നിർദ്ധനയായ ഒരു കുട്ടിക്ക് ഞാൻ വയലിൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്.
എന്റെ സമ്പാദ്യങ്ങളൊന്നും ഞാൻ സമ്പാദിക്കാറില്ല. ഇന്നും കയ്യിലൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നന്നാക്കി എടുക്കുക, നന്നാകണമെന്നൊരു ആഗ്രഹമാണ്. അല്ല, ജീവിതത്തിലെ ഈ സാമ്പത്തികത്തിന് വലിയ ഘടകമുണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കലും സുഖമില്ലാതെ ബേബി മെമ്മോറിൽ പോയപ്പോ 5000 രൂപയാണ് അവിടെ ഒരു ദിവസത്തെ വാടക റൂമിന്. അതെ. അവിടുത്തെ മരുന്നും കൂടെ താങ്ങാനാവാത്തപ്പോ ഞാൻ അവിടുന്ന് മകന്റെ കൈയും പിടിച്ചിറങ്ങി. അപ്പൊ നല്ലവനായ ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ട് പറഞ്ഞു, ഈ ചീട്ട് പിന്നെ വയനാട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ഡോക്ടറെ കാണിക്കുക, ഞാൻ തന്നത് ഇതാണെന്ന് പറയുക, എന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5000 രൂപ വാടക പറ്റില്ല. അങ്ങനെ ലിയോയെ കൊണ്ട് കാണിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു 1000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. ഈ മരുന്നിന് ഒരാഴ്ചത്തേക്ക് 33,000 രൂപ വരും. ആസ്മറ്റിക് അലർജി വന്നതാ, ശ്വാസം കിട്ടാതെ പെടയാ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 33,000 ഈ പറഞ്ഞ ആഴ്ചയിൽ ഈ 7 ദിവസത്തേക്ക് വരുമ്പോഴേക്കും 40,000 രൂപ വരും. അഡീഷണൽ വരും പിന്നെ ഡോക്ടർമാരും നഴ്സുമാരും വരുന്നത്. ഇതൊക്കെ കൂടെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ പിന്നെ ഞാനൊരു ഹോമിയോ മെഡിസിനിലാണ് കഴിച്ചത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട്, സുഹൃത്തും കൂടെ ആയതുകൊണ്ട് അസുഖം മാറിയിട്ട് പൈസ മതി എന്ന് പറഞ്ഞിട്ട് അസുഖം മാറിയതിനു ശേഷം അദ്ദേഹം പൈസയും മേടിച്ചില്ല. ഈ ഹോമിയോ ഡോക്ടർ അജിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കേണിച്ചിറക്കാരനാണ്. നല്ലൊരു മനുഷ്യൻ, പിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഡോക്ടർ. അപ്പൊ ജീവിതത്തിൽ നമുക്കിപ്പോ ഇവിടെ നിന്ന് അനങ്ങണയിൽ വരെ സാമ്പത്തികം വേണം. അപ്പൊ പുത്തൻ തലമുറയോട് സാമ്പത്തിക കാര്യങ്ങളിൽ പറയാനുള്ള ഒരു അച്ചടക്കത്തെ കുറിച്ച് പറയാനുള്ളത് എന്താ? സാമ്പത്തിക കാര്യത്തിന് ഇന്നത്തെ ചെറിയ വിദ്യാഭ്യാസമാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും ആധുനിക ടെക്നോളജികളെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ധാരാളം സാമ്പത്തിക മേഖല ഉണ്ടാക്കാം എന്നുള്ളത് എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അത് ഏത് മീഡിയകളാണെങ്കിലും ഏത് തിരഞ്ഞെടുത്താലും ശരി, അതിനകത്ത് നമ്മളുടെയൊക്കെ പൂർവ്വകാലത്തെ പോലെ പുതുതായിട്ട് പഠിച്ചു വരുന്ന വിദ്യകളും വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഗുണപ്രദമാണ്. ഈ വയനാട്ടിൽ വരുന്നതിനൊരു നിയോഗവും നിമിത്തവും ഉണ്ട്. അതും നേരെ മുമ്പിൽ അമ്പൂത്തി മലയാണ്. നല്ല കാഴ്ചകൾ. ഈ അമ്പൂത്തി മല ലോകമറിയാത്തൊരു ചരിത്ര സത്യം ഉണ്ടായിരുന്നു. അതിന് ഞാനാണ് കൊറോണക്കാലത്ത് രംഗത്ത് കൊണ്ടുവന്നത്. അതേതാ സത്യം? ഒരു ഒറ്റമരത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. സങ്കല്പം എല്ലാം യാഥാർത്ഥ്യമായിരുന്നു. ഒരു 1500 വർഷം മുമ്പ് ഹിമാലയ സാനുക്കളിൽ നിന്ന് ഇവിടെ വന്ന് സന്യാസം സ്വീകരിച്ച ഒരു സന്യാസി വര്യൻ ഒരു ആദിവാസി സ്ത്രീയെ വിവാഹം കഴിക്കുകയും കല്യാണം കഴിച്ച് അത് സന്താനം ഉണ്ടായിരുന്നു. ആ സന്താനമായിട്ട് അദ്ദേഹം അധിവസിച്ചത് അമ്പൂത്തിമലയിലാണ്. അത് ഒറ്റമരച്ചിയെ പറ്റി ജോയി പാലക്കാമുല എന്ന എഴുത്തുകാരൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഒറ്റമലച്ചി എന്ന് പറയാൻ കാരണം ആ കുട്ടിക്ക് ഒറ്റമലയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആദിവാസി പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയാണ് ഈ സന്യാസി കല്യാണം കഴിച്ചത്. അല്ല, ആ പെൺകുട്ടിയുടെ അമ്മയെ. ആ പെൺകുട്ടിയുടെ അമ്മയെ. മകൾക്കാണ് ഈ ഒറ്റമല ഉള്ളത്. അങ്ങനെ അച്ഛനും അമ്മയും മരണപ്പെട്ട് ഈ കുട്ടി ഏകാന്തവാസം കഴിയുന്ന കാലത്ത് ചുരം കയറി വന്ന ചിലർ ഈ കുട്ടിയെ ആക്രമിച്ച് ബലാത്കാരം ആയി. അപ്പൊ അവിടെ പ്രാണരക്ഷാർത്ഥം അവരെ കടിച്ചു കീറി. അപ്പം മൃഗബലിയൊക്കെ നടത്തി ശീലമുള്ള കുട്ടി ആയതുകൊണ്ട് ഈ ചോരയുടെ ഗന്ധം ക്രമേണ അവിടെ മനുഷ്യനിലേക്ക് വ്യാപിച്ചു. അത് ചെറുപ്പക്കാരെ ആകർഷിച്ച് ചോര പിടിക്കുന്ന പ്രവണത വന്നപ്പോൾ, അല്ലാതെ യക്ഷിയല്ല, മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഗണപതി വട്ടം ക്ഷേത്രത്തിൽ വന്ന ഒരു യോഗീശ്വരൻ ഈ കുട്ടിയുടെ സ്ഥിതി കണ്ടപ്പോൾ ഇത് 18 വയസ്സിന് താഴെയുള്ള മാന്ത്രികന്മാർക്ക് മാത്രമേ ഇവരെ ബന്ധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആണ് ചെങ്ങന്നൂർ വേവലക്കര തമ്പിയെ അന്നത്തെ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടിരുന്നു. അങ്ങനെ ഈ കുട്ടികളുടെ ദേഹത്തുണ്ടായിരുന്ന ഭദ്രകാളി കരയെ അവരെ സ്തംഭിപ്പിച്ച് ആഭാവിച്ച് ഇവരെ ചെങ്ങന്നൂരേക്ക് നാട് കടന്നു. അപ്പൊ അതിൽ ചെറ ഉറങ്ങുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, എന്നെ ചതിച്ച ദേവതക്കര നമ്പിയും മുടിയും വയനാടും മുടിയും. അങ്ങനെ ആ മൂല്യ ചൊല്ലി കൊണ്ടാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഞാൻ സാക്ഷിയായിരുന്നു. അങ്ങനെ 2016-17 കാലഘട്ടത്തിൽ ചെങ്ങന്നൂർ അന്നത്തെ ഇല്ലത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് അരൂപിയായ പലത് കാണാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായിരുന്നു. അത് എൻ്റെ ഓർമ്മകളെ വെച്ചുകൊണ്ട് സ്റ്റാർപോസ്
2008 ഉം. ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു, ഉം. ബിജി നോട്ട്. ഉം. അതായത് വയനാട്ടിലെ ചങ്ങലമരത്തിന് ഓറയുണ്ട്. ഉം. വയനാട്ടിൽ അല്ല, എനിക്ക് ഓറ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. ഓറ എന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ്, ഉം. ഡിവൈൻ ആണ്. ഡിവൈനാണ്. ഉം. ഈ ഡിവൈൻ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ഫുരിക്കുന്ന ചങ്ങലമരമാണ്. ഉം. ഇത് രണ്ടാമത് ചുണ്ടപ്പള്ളിയാണ്. ചുണ്ടപ്പള്ളിയാണ്. ചുണ്ടപ്പള്ളി അതായത് ചുണ്ടപ്പള്ളിയുടെ ഗ്രോട്ടോ, ഗ്രോട്ടോ, അതായത് കൽപ്പറ്റയിൽ നിന്ന് ചുണ്ടയിലേക്ക് പോകുമ്പോൾ ചുണ്ട എത്തുന്നതിന് മുമ്പ് ഇടതുവശത്തുള്ള ഗ്രോട്ടോ. അതെ, അത് എൻ്റെ തന്നെ. അല്ല, അതിനെന്തെങ്കിലും ആധികാരികമായ തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടോ? അത് ദീപാ റാവു എന്ന് പറയുന്ന ഒരു കൽക്കട്ടക്കാരി പെൺകുട്ടി, മലയാളി കൽക്കട്ട പെൺകുട്ടി ഈ ഡോക്യുമെന്ററി എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ രാത്രിയാണ് പോകുന്നത്. ആ പോകുമ്പോൾ ഗ്രോട്ടോടെ അവിടെ ഈ ക്രില്ലിംഗ് ക്യാമറയിൽ പവർ കണ്ടപ്പോൾ അതിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അവര് ബിജി നോട്ട് എന്ന് പറഞ്ഞതും ചെയ്തിട്ടുണ്ട്. അതുപോലെ കാണുന്ന യക്ഷി സങ്കല്പം, ഈശ്വര സങ്കല്പത്തിനൊക്കെ തന്നെ ഒരു പവിത്രത. അതിനകത്ത് പെരുന്തച്ചൻ എന്ന് പറയുന്നതും ആദിമൂല ശൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് മതത്തിൽ ആത്മവതിക്ക് തുല്യമായിട്ടും നദീഭാദ്യതയ്ക്ക് തുല്യമായിട്ടും ആദിമാതാദിപിത ചൈതന്യമാണെന്ന് പറയപ്പെടുന്നു. അപ്പം പെരുന്തച്ചൻ്റെ ആ ഒരു പ്രത്യേകത അവർക്ക് അവരുടേതായുള്ള മേഖലകൾ ഒന്നും കണ്ടെത്താൻ കഴിയാതെ പെരുന്തച്ചൻ്റെ ജീവിതം നിരാശ തന്നെയായിരുന്നു. അതേ സമയത്ത് ഈ തലമുറകളിൽ ഞാനത് മാറി ചിന്തിച്ചതുകൊണ്ട് പെരുന്തച്ചൻ്റെ ആത്മാവിന് പോലും എൻ്റെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ട്. ഇത് വർത്തമാനകാലത്ത് വേറിട്ട് പെരുന്തച്ചൻ്റെ വംശത്തിൽ ഒരാളെങ്കിലും ആധുനികകാലമായി സംവേദിച്ച് സുഖമായി കഴിയുന്നുണ്ട്. പക്ഷെ കുറഞ്ഞ കാലത്ത് ആരോഗ്യ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല. സംഭാഷണം നടത്തി പോയതാണ് എൻ്റെ അച്ഛൻ. കഥയായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാം തന്നെ. അപ്പൊ എന്തായാലും ഒന്നും നഷ്ടപ്പെടുമ്പോൾ വേറൊരിടത്ത് പുനർജനിക്കും. അതായത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോയാലും വേറൊരാട് കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അങ്ങയോളം അനുഭവ സമ്പത്തില്ല, അറിവുമില്ല. എങ്കിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊക്കെ ഈശ്വരൻ എഴുതപ്പെട്ട കഥകളിലെ കഥാപാത്രങ്ങളും ഒക്കെയാണ്. അതെ. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം, എവിടെ എത്തണം എന്നുള്ളതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ അങ്ങ് ഈ വൈയായികയിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞങ്ങളെ കണ്ടുമുട്ടാനും വിളിക്കാനും പറയാനും ഞങ്ങൾക്കിവിടെ വരാനും ഒന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഫേസ്ബുക്കിൽ ഞാൻ ഒരുപാട് ആർട്ടിക്കൽ എഴുതാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനിയും വരും, നമ്മൾ കാണും, ഈ സൗഹൃദം നമ്മൾ ഇനിയും തുടരും. ബുക്കിനിടയ്ക്ക് ഒറ്റമരച്ചിയുടെ പുസ്തകമുണ്ട് ഇങ്ങനത്തെ. മോനെ മോനെ വിളിക്കുന്നു. ഒറ്റമരച്ചിയുള്ള പുസ്തകം. പേര് ജീവ ജോഷി. ജീവ ജോഷി. ജീവ അല്ലേ? ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പരിശ്രമിക്കണ്ടേ? കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനൊന്നും നിർബന്ധിച്ച് ഏൽപ്പിക്കാറില്ല. അവന് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. അതിപ്പോ ഞാനിതാ പറഞ്ഞത്, ഇപ്പൊ ഒരു 8 മണിക്ക് കൈപ്പണിക്ക് പോയാലും കിട്ടും 800 രൂപ. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പണിയുണ്ട്. അപ്പൊ ഇനി അവൻ പഠിച്ച അറിവ് വെച്ചിട്ട് മറ്റെന്തെങ്കിലും കമ്പനികളിലോ കാര്യങ്ങളിലോ നോക്കണമെങ്കിൽ ആ രീതിയിൽ അവൻ ചെയ്യട്ടെ, അവന്റെ ഇഷ്ടപ്രകാരം.